ജാതകപ്രകാരം അവൾക്കിപ്പോ ദോഷ സമയമാണ്. അത് മറികടക്കണമെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള നാഗക്ഷേത്രത്തില് പൂജയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നാഗങ്ങൾക്ക് മുമ്പിൽ ഒരു കലശമൊക്കെ. അതെങ്ങനെ മാം പ്രാക്ടിക്കൽ ആവുന്നത്? ഒന്നാമത് ഗാഥ മാഡത്തിന്റെ അവസ്ഥ, അതും അവിടെ. പിന്നെ ഇങ്ങനൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞ ഗാഥ മാഡം ചെയ്യാൻ തയ്യാറാവോ? ചെയ്യാതിരിക്കാൻ മാർഗമില്ല സിനി. എങ്ങനെയെങ്കിലും ഇതൊക്കെ മറികടന്നല്ലേ പറ്റൂ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ മമ്മി. മോളെ, എങ്ങനെയുണ്ട് നിനക്കിപ്പോ? ഈ നരകത്തിൽ കിടക്കുന്ന എന്നോടാണോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നേ? ഇവിടെ എല്ലാവരും എന്നെ കൊല്ലാക്കൊല ചെയ്തോണ്ടിരിക്കാം. എന്നെ ഇവിടെ ഇട്ടിട്ട് എന്ത് ധൈര്യത്തിലാ മമ്മി അവിടെ പോയി നിൽക്കുന്നേ? വേറെ മാർഗമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ? അല്ലാതെ മമ്മി നിന്നെ കുറിച്ച് ആലോചിക്കാതെ ഒന്നും അല്ലല്ലോ. ആകെയുള്ളൊരാശ്വാസം ഇവിടെയുള്ള ആ അനിയൻ സാറാ. അയാള് സ്നേഹത്തോടെ പെരുമാറുന്നത്. അത് എന്നോടുള്ള സ്നേഹമൊന്നുമല്ല, കൃഷ്ണയോടുള്ള സ്നേഹം. എനിക്കിപ്പോ സ്നേഹം ഭിക്ഷയായിട്ടാണല്ലോ കിട്ടുന്നത്. കാലൊക്കെ ഒന്ന് സുഖാവട്ടെ മോളെ. മോക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനേട്ടാ. എന്താ? ഞാനൊരു ജോത്സ്യനെ കണ്ടിരുന്നു. ഓ, എനിക്ക് കേക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാ ഉടനെ ജോത്സ്യൻ ജോത്സ്യൻ ജോത്സ്യൻ. അയാള് പുതിയ നാഗകോപത്തിന്റെ കഥ വല്ലതും പറഞ്ഞു കാണും അല്ലേ? അത് തന്നെ ഉണ്ടായത്. ജാതകപ്രകാരം മോക്ക് ദോഷ സമയം ഇപ്പോ. അത് മറികടക്കാനായിട്ട് ഒരു പ്രതിവിധിയും പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഒന്നിനും വയ്യ. ഇവിടെ കിടന്നിനി അതുകൂടി ചെയ്യേണ്ട കാര്യമുള്ളൂ. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവിടെ തൊട്ടടുത്തൊരു നാഗക്ഷേത്രമില്ലേ? അവിടെ ഒന്ന് പോണം. അവിടെ ഒരു കലശ പൂജയുണ്ട്, അത് നടത്തണം. ഞാൻ പോവില്ല മമ്മി. അത്തരൊരു ഭ്രാന്തനും ഞാനില്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. എങ്ങനെങ്കിലും അവിടെ നീ പോയേ പറ്റൂ. മോളെ, നിനക്ക് അവിടെ നിങ്ങോട്ട് പോരണ്ടേ? മോക്ക് എത്രയും പെട്ടെന്ന് സുഖാവണ്ടേ? സമയദോഷം അങ്ങനെ വെറുതെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. നീ തന്നെ പറയുന്നുണ്ടല്ലോ നരകത്തിലെ കിടക്കുന്നതെന്ന്. നിന്നെ പോലെ ഒരാള് അങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ അതിന്റെ പിന്നിൽ അങ്ങനെ ഒരു വിധിയുണ്ട്.
നവീനിപ്പോ വല്ലാത്ത സന്തോഷത്തിലാ. പൂജാ ചടങ്ങിൽ നടന്ന ഒരു ചെറിയ തടസ്സമുണ്ടെങ്കിലും ഈ കുടുംബത്തിലെ എല്ലാവരുടെ മനസ്സിലും സംതൃപ്തി മാത്രമാണുള്ളത്. അതിന്റെ കാരണം മോള. നവീന്റെയും ഈ കുടുംബത്തിന്റെയും സന്തോഷാണോ അതോ ദുഃഖാണോ മോൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹം. ആഗ്രഹം സത്യമാണെങ്കിൽ മോളെന്നും നവീന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അല്ല, അത് മോള് കൃഷ്ണയാണെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ദൈവം ഒന്നിച്ചു ചേർത്തത് നിങ്ങളെയല്ലേ മോളെ? മറ്റൊരാളെ നിങ്ങളുടെ സ്ഥാനത്ത് കൊണ്ടുവന്ന ആ ദൈവങ്ങൾക്ക് സമ്മതമായിരിക്കോ? അച്ഛാ, ഒരു ചോദ്യത്തിന് കൂടി മോൾ ഉത്തരം പറയണം. നവീനെ നിനക്കിഷ്ടാണോ? ഇഷ്ടമല്ല എന്ന് മോള് പറഞ്ഞാല് പിന്നെ ഒരു കാര്യത്തിനും അച്ഛൻ തന്നെ നിർബന്ധിക്കില്ല. പക്ഷേ ഇഷ്ടമാണെങ്കിൽ നവീന്റെ കൂടെ നീ ഉണ്ടാവണം. അച്ഛന്റെ അപേക്ഷയാ, എന്റെ മകന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള അപേക്ഷ. അത് മോള് തള്ളിക്കളയരുത്. എന്റെ അവസ്ഥ എന്താണെന്ന് അച്ഛനും മനസ്സിലാക്കണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല.